ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു അത്? അത് പിന്നെ ഞാൻ കിച്ചണില്. അതെ, ദേഷ്യം പിടിക്കല്ലേ. നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? നേരത്തെ വന്നല്ലോ. ഞാൻ ചായ എടുത്തോണ്ട് വരട്ടെ? എടീ, ഞാനെന്താ വീട്ടിലേക്ക് വരാതെ ഓഫീസിൽ തന്നെ ഇരുന്നാ മതിയോ? നീ ജോലിക്ക് പോകുന്ന അഹങ്കാരത്തിലാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ലേ? ഞാൻ നേരത്തെ വന്നാൽ നിനക്ക് ദേഷ്യം വരും അല്ലേ? നിങ്ങൾ എന്തിനാ വന്ന് കേറിയപ്പോ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, ഞാനിപ്പോ നിന്റെ കൂടെ മിണ്ടാൻ പാടില്ല. ഞാൻ മിണ്ടി നിനക്ക് ശല്യമായല്ലേ? ഷോ, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോന്നെ? സോറി, ഞാൻ അറിയാണ്ട് പറഞ്ഞുപോയി. എന്താ വേണ്ടെന്ന് പറ. ഓ, അപ്പൊ എനിക്ക് എന്താ വേണ്ടെന്ന് നിനക്ക് അറിയില്ല. എല്ലാത്തിനും നിന്റെ വാലും പിടിച്ച് നടക്കണമല്ലേ? അപ്പോഴേ നിനക്ക് എല്ലാം അറിയോ? അല്ലെന്നേ, ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞു വന്നേന്ന് വെച്ചാ? നീ ഒരു കുന്തം പറയണ്ട. ടെൻഷൻ ഞാൻ പോയി ചായ എടുത്തോണ്ട് വാ. എന്നാ ശരി, ഞാൻ കുറച്ച് സ്നാക്സ് എടുത്തോണ്ട് വരട്ടെ? അതെ, ഞാൻ വാങ്ങിച്ചു തരുന്നതൊക്കെ നീ എന്നെ വിഴിക്കോ. എന്റെ കണ്ണിൽ പോലും കാണിക്കാറില്ല. ഇതിൽ എടുത്തോണ്ട് വരട്ടെ എന്നൊരു ചോദ്യം. ശരി, എന്നാ ഞാൻ എടുത്തിട്ട് വരാം. ഇതായിട്ടാ. ആ പ്ലേറ്റ് അവിടെ വെക്ക്. ഷെടി, എന്തൊരു വൃത്തികെട്ട ചായയാടി ഇത്. എന്തുപറ്റി? ചായ തീരെ കൊള്ളില്ലേ? ഷെടി, ചായപ്പൊടി വാരി വെതറിയിരിക്കുകയാണ് ഇതില്. വായയിൽ പോലും വെച്ചാൽ കൊള്ളത്തില്ല. അല്ല ഏട്ടാ, ഏട്ടൻ എപ്പോഴും സ്ട്രോങ് ആയിട്ടല്ലേ ചായ കുടിക്കുക? ഇന്ന് ഞാൻ നിന്നോട് ചായ സ്ട്രോങ് ആയി ചോദിച്ചോ? എന്നോട് ചോദിച്ചിട്ട് ചെയ്യേ. നിന്റെ ഇഷ്ടത്തിന് ആടല്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, ചുമ്മാ ചുമ്മാ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. ഹലോ അമ്മേ, പറഞ്ഞോ അമ്മേ. ഹലോ അമ്മു, നീ എന്താ ചെയ്യുന്നേ? സുഖം തന്നെയല്ലേ? എന്താ നീ ഒരു ഫോണ് പോലും ചെയ്യാത്തത്? അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ജോലി തിരക്കാ. അത് ശരി. ഉത്തരവാദിത്വം വന്നു അല്ലേ? മോളെ, ഭർത്താവിനെ എപ്പോഴും നിന്റെ ചൊൽപ്പടിയിൽ വെച്ചേക്കണം. അവൻ എന്ത് നിന്നോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. നിലയ്ക്ക് നിർത്തിക്കോണം, മനസ്സിലായോ? ശരി അമ്മേ, ഞാനതൊക്കെ നോക്കിക്കോളാം. അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചു. നീ എപ്പോഴാ നല്ല വാർത്ത പറയാൻ പോന്നെ? മനുഷ്യരുടെ വായ മൂടി കെട്ടാൻ പറ്റില്ലെന്നേ. അമ്മേ, ഞാൻ എന്താ വേണ്ടതാണോ പറയുന്നത്? അതൊക്കെ ദൈവമായിട്ട് തരുന്ന കാര്യല്ലേ. ഞാനും അതിനു വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നേ. അതല്ല മോളെ, ഇപ്പോഴത്തെ കാര്യാ പറഞ്ഞത്. അമ്മ ഒന്നും പറയണ്ട. എന്റെ മൈൻഡ് തീരെ ശരിയല്ല, തലവേദന എടുക്കുന്നു. ഞാൻ പിന്നെ വിളിച്ചോട്ടെ? അതെ, എന്നോട് സംസാരിക്കുമ്പോഴാ നിനക്ക് എല്ലാ വേദനയും വരിക. അമ്മായി അമ്മയോട് മാത്രം ചിരിച്ചു കൊഴയുന്നുണ്ടല്ലോ നീ. എല്ലാവരും അമ്മയുടെ അവകാശത്തോടെ സംസാരിക്കുന്നത്. നീ എന്താ നേരെ മറിച്ച്? അമ്മ ഒന്ന് ഫോൺ വെക്കുന്നുണ്ടോ? മോളെ, ഏട്ടാ. എന്താടേ, എല്ലാം റെഡിയായോ? കഴിക്കല്ലേ? അതൊക്കെ റെഡിയാ, നിങ്ങൾ ഇരിക്ക്. റെഡിയായാ കഴിക്കാൻ വിളിക്കില്ലേ? ഞാൻ തന്നെ ചോദിക്കണോ? എന്തിനാ ടെൻഷൻ ആക്കുന്നേ? അല്ല ഏട്ടാ, ഇപ്പൊ റെഡി ആയതേ ഉള്ളൂ. ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചതേ ഉള്ളൂ. നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ടാവും അല്ലേ? വാ. നടുക്ക് വെക്കേ. ഏട്ടാ, ഏട്ടന് ഇഷ്ടമാണെന്നും പറഞ്ഞ് പൊങ്കലുണ്ടാക്കിയിട്ടുണ്ട്. എടീ, പൊങ്കൽ നീ ഇവിടുത്തെ പാത്രത്തിലാണോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സിമെന്റ് മിക്സ് ചെയ്യുന്ന മെഷീനിലാണോ ഉണ്ടാക്കിയത്? എന്തു പറ്റി? അതിൽ മണ്ണുണ്ടോ? മണ്ണെന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. അവിടെ മോന്ത കണ്ടില്ലേ? മണ്ണ് തന്നെയാടി.
നിനക്കൊരു കുന്തം അറിയില്ലേ? നിന്നെയൊക്കെ കെട്ടിയിട്ട് എൻ്റെ ഛേ. അമ്മയൊന്ന് ഫോൺ ചെയ്തേക്കാം. ഒരു നിമിഷം വെയിറ്റ് ചെയ്യണേ. ആ, എന്റെ മരുമകളാണ് സെക്കൻഡ് കോളിൽ വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. ആ അമ്മേ. അമൃതേ, എന്താ മോളെ കാര്യം? ആ, ഫോൺ ചെയ്തപ്പോ നീ എടുത്തില്ലായിരുന്നല്ലോ. അത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റി ഇപ്പൊ ഇരുന്നതേ ഉള്ളൂ. ശരി മോളെ, കണ്ണൻ എന്താ ചെയ്യുന്നത്? ആ, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണമ്മേ. എനിക്ക് ഫോൺ ചെയ്യാനും പോലും അവന് സമയമില്ലല്ലേ. അതിനു മാത്രം എന്തു ജോലി അവനുള്ളത്? ശരി, അവൻ നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ. ആ, എന്നെ നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ടമ്മേ. ശരി. അവൻ ഇത്തിരി മുൻചുണ്ടി കൂടുതലാ. നിന്റെ വഴിക്ക് വരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. സൂക്ഷിച്ചോ. അതൊന്നും വലിയ പ്രശ്നമല്ല അമ്മേ. ഞങ്ങൾ ഇവിടെ വളരെ ഹാപ്പിയാണ്. ഇവിടെ യാതൊരു കുറവുമില്ല അമ്മേ. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി അമൃതേ, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു കൊച്ചുമോനെയോ കൊച്ചുമോളെയോ തന്നേക്ക്. ശരി അമ്മേ. അമ്മ ആരോഗ്യം ശ്രദ്ധിക്കണേ. അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് പറ്റിയില്ല. അതൊക്കെ പോട്ടെ, അമ്മ സമയത്തിന് ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം. ഞാൻ അടുത്ത ആഴ്ച വരാം കേട്ടോ. നീ ഇങ്ങനെ എല്ലായിടത്തും ഓടിയെത്തണ്ട. അവനോട് നിന്നെ ഒന്ന് വന്ന് സഹായിക്കാൻ പറ. ആ, അതിനൊക്കെ അങ്ങേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ പറയുന്നത് വിശ്വസിക്കുന്നു. ശരി ശരി, നിങ്ങൾ രണ്ടാളും സന്തോഷമായി ഇരുന്നാ തന്നെ മതി. ശരി അമ്മേ. ആരോഗ്യം ശ്രദ്ധിക്കണേ. ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ, എന്നാ ഞാൻ വെക്കാം. എങ്ങനെങ്കിലും അങ്ങേരുടെ സ്വഭാവം മാറണം. ഡേ, എന്തടി ഇത്രയും നേരോ? ഞാൻ അമ്മയോട് സംസാരിച്ചിരിക്കായിരുന്നു, അതുകൊണ്ടാ. ശരി, വാ ഇരിക്കെ. അതിന് ഇത്രയും ലേറ്റാക്കോ നീ? അല്ല ഏട്ടാ, നീ വരുന്നത് നോക്കി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? എനിക്കെൻ്റെ ആഗ്രഹം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിനക്കെന്നെ അറിയില്ലേ? ഈ നാണമാണ് എനിക്ക് നിന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? അന്ന് നീ എങ്ങനെ ചോദിച്ചേ? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്തിനാ വൈകുന്നേരം ചായ കുടിക്കുമ്പോ എന്നെ അത്രയ്ക്ക് വഴക്ക് പറഞ്ഞത്? അത് ദേഷ്യത്തിലായതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. അതിനും വെച്ച് നിന്നെ ഇഷ്ടമല്ലെന്നാണോ അർത്ഥം? അപ്പോ ഇനി എന്നോട് ദേഷ്യപ്പെടില്ലല്ലോ? നിന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ തന്നെയാണെങ്കിൽ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ? അതെ, ഞാൻ എപ്പോഴും ഒരേപോലെയാണ്. നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? എൻ്റെ സുന്ദരിയായ ഭാര്യ, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്കെന്തോ വല്ലായ്മ പോലെ. എന്തു പറ്റി? എന്താ പ്രശ്നം, എന്നോട് പറയേ. അല്ല ഏട്ടാ, ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് അത്രയ്ക്ക് സന്തോഷാവുക. നോക്കിയേ, എനിക്കും ഇതുപോലെയൊക്കെ സംസാരിക്കുമ്പോൾ സന്തോഷമായിട്ടുണ്ട്. എൻ്റെ സുന്ദരിയായ ഭാര്യ, എൻ്റെ സ്നേഹം നിറഞ്ഞ ഭാര്യ. പൊന്നു പൊന്നു, ഇതേപോലെ എന്നെ കൂടെ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കാൻ പറ്റില്ല. ലൈറ്റ് ആണെങ്കിലും ഓണിലാണ്. ഓഫ് ചെയ്തോട്ടെ. ദാ എന്തടി, എന്താ ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. എന്തുണ്ടെങ്കിലും പറയേ. അതെ, ഇന്നെനിക്ക് വർക്ക് പെട്ടെന്ന് കഴിയും. ഞാൻ അവിടുന്ന് പറന്നു വരും. നീ റെഡി ആയിരിക്കണം, ഓക്കെ അല്ലേ? പിന്നെ ഈ മഞ്ഞ കളർ സാരി എടുത്ത് തലനിറയെ മഞ്ഞപ്പൂ ചൂടി ക്യൂട്ടായിരിക്കണം. ഇന്ന് രാത്രി എന്തടി, ഞാൻ എത്രയും പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടാത്തെ? ഏട്ടാ, എനിക്ക് എന്തു പറ്റി? നിനക്ക് എന്തെങ്കിലും പനിയാണോ? വേഗം ഡോക്ടറെ പോയി കാണ്.
ഇതൊക്കെ ഞാൻ വരുമ്പോഴേ ഫ്രഷ് ആയിരിക്കണം. നീ ജോലിക്ക് തന്നെ പോണ്ട. അതല്ല ഏട്ടാ, എന്താന്ന് അതല്ലെങ്കിൽ വെച്ചാ വേറെന്താണ്? ഇന്നലെ നീ ഹാപ്പി ആയിരുന്നില്ലേ? അതല്ല ഏട്ടാ, വയറുവേന എടുക്കുന്നു. വയറുവേദനയാണോ? ആവശ്യമില്ലാത്തത് വാരി വലിച്ച് കഴിക്കരുതും പറഞ്ഞിട്ടില്ലേ? ഫുഡ് പോയ്സൺ ആയിട്ടുണ്ടാവും. മെഡിക്കലിൽ ടാബ്ലറ്റ് വാങ്ങി കഴിക്കേ, എല്ലാം ശരിയാവും. ഞാൻ വരുമ്പോഴേ ഇങ്ങനെ ഡള്ളായിരിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അല്ല ഏട്ടാ, എനിക്ക് പീരിയഡ്സാ. പീരിയഡ്സോ? ഇപ്പോഴല്ലേ വന്നിട്ട് പോയത്? അപ്പുറത്തേക്ക് എങ്ങനെയാ വരിക? എടീ, ഞാൻ ഹാപ്പി ആണെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? ഇത് നോർമലി മന്ത്ലി വരുന്നതല്ലേ? എടീ, ഇതൊക്കെ എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ? ഏട്ടാ, ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയാ, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് നന്നായി അറിയാലോ. എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല, എന്നെ സന്തോഷിപ്പിക്കാനും കഴിയില്ല. നിന്നെ കെട്ടിട്ട് എനിക്ക് നരക അവസ്ഥയാണ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാനാ? ഇന്ന് ഓഫീസിലെ വർക്ക് പെട്ടെന്ന് കഴിയും, നിന്റെ കൂടെ വന്ന് ഹാപ്പി ആയിരിക്കാന്ന് വിചാരിച്ചാ എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഏട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ എന്തൊക്കെയാ പറയാൻ പോകുന്നേ? ഏട്ടാ, ഭക്ഷണം കഴിച്ചിട്ട് പോ. ഷെടീ, എന്നെ വെറുതെ ടെൻഷൻ ആക്കില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയേക്ക്. നീ ഇത് കാരണം കാട്ടി ലീവ് എടുക്കാൻ പോവല്ലേ? എല്ലാം വാരി വലിച്ച് കഴിച്ചിട്ട് ചെന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിലേ നിന്നെ പോലെ അതും വേസ്റ്റ് ആയി പോവും. വെറുപ്പിക്കുന്നു. വന്നോണ്ടിരിക്കായിരിക്കും, ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, എന്തടേ? ഏട്ടാ, വരുമ്പോ പാഡ് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? വീട്ടിലുണ്ടായിരുന്നൊക്കെ തീർന്നു പോയി. ഷെടി, നിനക്ക് എന്നെ കണ്ട പൊട്ടനെ പോലെ തോന്നുന്നുണ്ടോ? ഇന്ന് വൈകുന്നേരം അലുവ വാങ്ങിച്ചതാന്ന് വിചാരിച്ചപ്പോ പാഡ് വാങ്ങിട്ട് ഞാൻ പറയാണല്ലേ? എന്നെ ടെൻഷനാക്കി പ്രാന്തനാക്കാൻ നോക്കുകയാണല്ലേ? നിന്റെ ഐഡിയ അതല്ലേ? എന്താ ഏട്ടാ ഇങ്ങനൊക്കെ പറയുന്നേ? വേറെ എങ്ങനെയാ പറയാ? എന്നെ തന്നെ പാഡ് വാങ്ങിച്ചു വരാൻ പറയാണല്ലേ? ഏട്ടാ, നിങ്ങളോടല്ലാണ്ട് വേറെ ആരോട് പോയി ചോദിക്കാൻ പറ്റും? പ്ലീസ് ഏട്ടാ, ഒന്ന് വാങ്ങിച്ചോണ്ട് വാ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതൊക്കെ എന്തായി? അപ്പോഴത്തേക്കെല്ലാം തീർന്നു പോയോ? കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്നിരുന്നില്ലേ? അവക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് അത് അവള് യൂസ് ചെയ്തു. അതൊക്കെ തീർന്നും പോയി. നിങ്ങള് ദേഷ്യത്തിലായതുകൊണ്ട് പറയാതിരുന്നതാ. ഷെടി, നിന്റെ കയ്യിൽ എപ്പോഴും എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും അല്ലേ? ഞാൻ വാങ്ങിട്ട് വരാം, നീ ആദ്യം ഫോൺ വെക്കോ. അതെ, വരാൻ കുറച്ച് സമയം എടുക്കും. നേരത്തെ വന്ന് നിന്റെ മോന്തയും കണ്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിന്നെ കണ്ട ടെൻഷനേ ആകത്തുള്ളൂ. ആദ്യം ഫോൺ വെക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കല്ലേ. വെക്കടേ. ഏട്ടാ, എപ്പോഴാ വന്നേ? അതെന്താ, ഞാൻ വീട്ടിലേക്ക് വരാൻ തന്നെ പാടില്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശരി, അതൊക്കെ വിട്. എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എടുത്ത് വയ്ക്കേ. ഏട്ടാ, എനിക്ക് നല്ല പെയിൻ ആയിരുന്നു, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമോ? ഞാൻ ഹോട്ടലിലെ ഫുഡൊന്നും കഴിക്കില്ലെന്ന് നിനക്ക് നന്നായി അറിയില്ലേ? അല്ല ഏട്ടാ, ഇന്ന് രാത്രിത്തേക്ക് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ നിന്നെ കല്യാണം കഴിച്ചതോട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ശരി, വെറുതെ നീലിക്കണ്ണീർ ഒലിപ്പിക്കല്ലേ. ചെന്ന് വാങ്ങിച്ചൊന്ന് തുലയ്ക്കാം. ഏട്ടാ, എന്തടി, എന്താണെന്ന്? പാഡ് വേണമായിരുന്നു. ഞാൻ ആ കാര്യം മറന്നു. വാങ്ങിച്ചൊന്ന് തുലയ്ക്കാം. എന്തു തന്നെ ആയാലും
എന്റെ മരുമകൾ ഉണ്ടാക്കുന്ന കാപ്പിയുടെ അത്ര പോരാ. അയ്യോ, മറന്നു. അവളെ വിളിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഹലോ. ഹലോ, പറഞ്ഞോ അമ്മേ. എന്താ മോളെ, എന്താ ചെയ്യുന്ന? എന്താ നിന്റെ വോയിസ് ഡല്ലായിരിക്കുന്ന? ആ, എനിക്ക് പീരിയഡ്സ് അമ്മേ. ഓ, ശരി ശരി. എന്താ അമ്മേ വല്ലാണ്ടിരിക്കുന്നേ? സോറി അമ്മേ, അമ്മയ്ക്ക് ഒരു പേരക്കുട്ടിയെ തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് വിട്ടേക്ക്, വിധിക്കുമ്പോ നടക്കും. നീ അതിന് വിഷമിക്കേണ്ട. അവൻ എന്തെങ്കിലും നിന്റെ മനസ്സ് വേദനിക്കുന്ന പോലെ പറഞ്ഞിരുന്നോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല അമ്മേ. അങ്ങേര് നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കാണ് ചെറിയൊരു വിഷമം തോന്നുന്നത്. വിഷമിക്കേണ്ട മോളെ, എത്രയും പെട്ടെന്ന് നല്ലത് നടക്കും. ഞാനും എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷായമ്മേ. എന്നെ മനസ്സിലാക്കി എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് വലിയൊരു കാര്യ. അത് ഞാൻ ചെയ്ത ഭാഗ്യമ്മേ. ഞാനല്ലേ മോളെ നിന്നെപ്പോലെ സ്നേഹമുള്ള ഒരു മരുമകൾ? അല്ല, മോളെ കിട്ടാൻ ഇത്രയ്ക്കും പുണ്യം ചെയ്തിരിക്കുന്നു. ശരി മോളെ, ഇത് നോക്ക്, ഞാൻ വീണ്ടും പറയാം. അവൻ എന്തെങ്കിലും നിന്നെ വേദനിപ്പിക്കുന്ന പോലെ സംസാരിച്ചാലുണ്ടല്ലോ, അതെന്നോട് പറഞ്ഞേക്ക്. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചോളാം. മനസ്സിലായോ? അവനെ പേടിച്ച് നീ ഒന്നും പറയാതിരിക്കരുതേ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഞങ്ങള് സന്തോഷായിട്ട് തന്നെ കഴിയുന്നത്. അമ്മ ഓരോന്ന് ആലോചിച്ചു കൂട്ടാണ്ട് ആരോഗ്യം ശ്രദ്ധിക്കാൻ നോക്ക്. ശരി മോളെ, ഭക്ഷണം കഴിക്കേ. എന്നാ അമ്മ വെക്കുക. ആ, ശരി അമ്മേ. ഇവളുടെ വർത്തമാനം കേൾക്കുമ്പോ എന്തോ വിഷമമുള്ള പോലെ ഉണ്ട്. ഞാൻ കഴിച്ചു. എനിക്ക് വേണമെങ്കിൽ കഴിച്ചോ. എന്താടേ, ഓഫീസിൽ പോവാണോ? അതേട്ടാ, കുറച്ച് പണിയുണ്ട്. എന്ന് വെച്ചാ എല്ലാം കഴിഞ്ഞോ? ഇല്ല ഏട്ടാ, പെയിൻ ഇപ്പോഴും ഉണ്ട്. വേറെ വഴിയില്ലാത്തോണ്ടാ ജോലിക്ക് പോകുന്നത്. ഒത്തിരി ലീവ് എടുക്കാനും പറ്റില്ലല്ലോ. എടീ, നീ എപ്പോഴും 3 ദിവസത്തേക്കുള്ള ഈ കാര്യങ്ങളൊക്കെ പറയാ. ഇപ്പൊ എന്തു പറ്റി? അല്ല ഏട്ടാ, അബോഷൻ ആയപ്പോ തൊട്ട് ചിലപ്പോഴൊക്കെ 5 ഡേയ്സ് തൊട്ട് 7 ഡേയ്സ് വരെ പെയിൻ ഉണ്ടാവും. ഇത്തവണയും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. എന്ത് 7 ദിവസോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്കെന്നെ കാണുമ്പോ പ്രാന്തനെ പോലെ തോന്നുന്നുണ്ടല്ലേ? ഏട്ടാ, എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ശരി, ഇതുപോലെ നീലിക്കണൽ പഠിച്ചെന്നെ പറ്റിക്കാൻ നോക്കല്ലേ. വാ, ഡോക്ടറെ പോയി നോക്കാം. വാ, നിന്റെ പ്രോബ്ലം ഇന്ന് തന്നെ ശരിയാവണം. വാ, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ദേഷ്യത്തിനെ ഞാൻ തന്നെ കൊന്നു കളയും. വടി. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ എനിക്ക് നിങ്ങൾ കാണുമ്പോ തന്നെ പേടി തോന്നുക. അതെടി, തോന്നും. ഒരു കൊച്ചിനെ തരാനും അർഹതയില്ല, ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും അർഹതയില്ല. അപ്പൊ നിനക്ക് എന്നെ കണ്ട പേടി തോന്നും. മതി, നിർത്തണം. എല്ലാത്തിനും എന്നെ തന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാ. ഇതിന് നീയും കൂടിയ കാരണം. എന്താണ് നീ പറയുന്നത്? അപ്പൊ ഞാൻ ആണല്ലെന്നാണോ?
എന്നെ വിട്. വിട്. എത്ര ധൈര്യം ഉണ്ടാവും? വിട്. വിടാൻ. വിട്. എടി, എന്നെ വിട്. എടാ, എന്നെ വിട്. എന്താണ് ഇതൊക്കെ? നീ എന്താ ഈ ചെയ്യുന്നത്? അമ്മേ. അമ്മേ, ശരിയാ ഇവള് കാരണം. ഡാ, എന്റെ മരുമകളെ പറ്റി എനിക്കറിയാം. ഇവള് നല്ല കുട്ടിയാ. ഓ, അപ്പൊ എല്ലാ കാര്യം നമ്മളോട് പറയുമല്ലേ? എടാ, ഒന്നും മിണ്ടാതിരിക്കെ. എനിക്കറിഞ്ഞൂടെ നിന്നെ പറ്റി. ഞാൻ നിന്നെ പെറ്റവളാ. ഇന്നലെ രാത്രി സംസാരിച്ചപ്പോ പോലും ഞാൻ നിന്നെ പറ്റി ചോദിച്ചു. എന്റെ ഭർത്താവ് എന്നെ നന്നായി നോക്കുന്നുണ്ട്, ചോദിച്ചതൊക്കെ വാങ്ങുന്നുണ്ടെന്ന് പെരുമയോടെയാ പറഞ്ഞ. നിന്നെ പറ്റി ഒരു ദിവസം പോലും ഇവള് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നെ പറ്റി നന്നായി അറിയാലോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അതറിയാൻ വേണ്ടി വന്നപ്പോ നീ ഇവളുടെ കഴുത്തു പിടിച്ചു ഞെരിക്കുന്നു. മോളെ അമൃതേ, ഇപ്പൊ ഇവൻ എന്താ ചെയ്തതെന്ന് നീ മര്യാദയ്ക്ക് പറഞ്ഞോ. അത് വേറെ ഒന്നുമല്ല. അങ്ങേര് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു, അത് ഞാൻ ചെയ്യാൻ മറന്നു. അതുകൊണ്ട് തമാശക്ക് എന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചതാ, വേറെ ഒന്നുമല്ല. അമൃതേ, നീ എന്നെ അമ്മയായി കരുതുന്നുണ്ടെങ്കിൽ ഒളിക്കാതെ പറഞ്ഞോ. സത്യം പറയേ. എനിക്കിത് കൂടുതൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി നീ ഇവിടെ താമസിക്കേണ്ട മോളെ. എന്റെ ഒപ്പം പോന്നേക്ക്. ഇവിടെ ആരും തുണയില്ലാതെ ഒറ്റയ്ക്കിരുന്നാലേ ഇവൻ പഠിക്കൂ. അയ്യോ അമ്മ, അതൊന്നും വേണ്ട അമ്മ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം പ്ലീസ്. ഇത് നോക്കമൃതേ, നീ ഇവിടെ നിന്നതും മതി, എല്ലാം സഹിച്ചതും മതി. ഞാൻ പറയുന്നത് ഇപ്പൊ കേക്ക്. അമ്മേ, അമ്മ ആവശ്യമില്ലാതെ തെറ്റിയതുകൊണ്ടിരിക്കുവാണ്. അതേടാ, ഇവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തന്നില്ലേ, അത് തന്നെയാ വലിയ തെറ്റ്. അമൃതേ, നീ ഡ്രസ് എടുത്ത് പുറപ്പെടും, നമുക്ക് പോവാം. അമ്മ വേണ്ട അമ്മ, പ്ലീസ് അമ്മ. എടി, നീ എന്റെ വാക്ക് കേക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. ശരി, നമുക്ക് പോവാം അമ്മ. എടി, നീ എന്താ പോകാന്ന് പറയുന്നേ? അമൃതേ, നീ പോയി പുറപ്പെടാൻ നോക്ക്. ഇപ്പൊ ഇറങ്ങാം അമ്മ. ഡാ, ഇങ്ങോട്ട് വാ. എടാ, വരാനല്ലേ പറഞ്ഞ്? ആ, വന്ന ജോലിയെല്ലാം ഭംഗിയായി കഴിഞ്ഞില്ലേ, പിന്നെന്താ? എടാ, ഞാൻ നിന്റെ അച്ഛനെ എന്തിനാ ഉപേക്ഷിച്ചതെന്ന് അറിയോ? എനിക്കെന്താ അറിയാനാ? ഞാൻ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞാലല്ലേ. ഇപ്പൊ അതൊന്നും തമ്മിൽ എന്താ ബന്ധം അമ്മേ? ബന്ധമുണ്ടടാ. ഇത്രയും ദിവസം അത് പറയാനൊരവസരം കിട്ടിയില്ല. ഇത് നോക്കുമോനെ, എപ്പോഴും ജീവിതത്തിൽ വികാരം, വേദന, പ്രതീക്ഷ, സ്നേഹം ഇതൊക്കെ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അതാദ്യം നീ മനസ്സിലാക്ക്. എന്നുവെച്ച് എപ്പോഴും അവക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇത് നോക്കടാ, എനിക്ക് നിന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക്. അയാളും എന്നെ സ്നേഹിച്ചിരുന്നെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നീ ജനിച്ച ശേഷമാണ് അത് തിരിച്ചറിഞ്ഞത്. നിന്റെ അച്ഛൻ അങ്ങനെയല്ലെന്ന് എന്റെ മോനായി നിന്നോട് പറയുന്നതിൽ നാണക്കേടില്ല. ഇപ്പൊ നീയും നിന്റെ അച്ഛന്റെ സ്ഥാനത്താണുള്ളത്. അങ്ങേർക്ക് എപ്പോ നോക്കിയാലും ഒരുമിച്ചിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അതിന് മനസ്സും ശരീരവും സമ്മതിക്കണ്ടേ? ഇതിൽ രണ്ടിൽ ഒന്നില്ലെങ്കിൽ പോലും ശരിക്കുള്ള സന്തോഷം കിട്ടില്ല. എനിക്ക് പാടില്ലാതെ ആ 3 ദിവസം ഞാൻ കിടന്നാ പോലും നിന്റെ അച്ഛൻ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. എന്തു ചെയ്യുന്നു, സുഖമാണോ, കയ്യും കാലും വേദനിക്കുന്നോ, ഒരു വാക്കുപോലും ചോദിക്കില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു, എന്റെ ഭർത്താവിന്റെ കയ്യും കാലും തടവിത്തരണം, എന്റെ കൈ പിടിച്ച് സംസാരിക്കണം, വീട്ടുജോലികൾ ചെയ്യുമ്പോൾ അടുത്തുണ്ടായിരിക്കണം, പാചകം ചെയ്യുമ്പോ നമ്മളോടൊപ്പം നിന്ന് പച്ചക്കറി നുറുക്കിത്തരണം. ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായാൽ എന്റെ വേദനയൊക്കെ പറന്നു പോകുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല. ഇതൊക്കെ കല്യാണം നടന്ന തുടക്കത്തിൽ സ്നേഹിക്കുന്ന പോലെ തോന്നും, പിന്നീട് അതൊന്നും ഉണ്ടാവില്ല. ഇത് നോക്കുമോനെ, ഈ പീരിയഡ്സ് എന്നത് സാധാരണ വേദനയല്ല. നിനക്കൊരു കാര്യം അറിയോ? ആ 3 ദിവസവും വേദന ജീവൻ പോകുന്ന പോലെയാ. നിൽക്കാനും പറ്റാതെ, ഇരിക്കാനും പറ്റാതെ, കുനിയാനും പറ്റാതെ പ്രസവ വേദനയ്ക്ക് തുല്യമായിരിക്കും അത്. എന്തിന്? സമാധാനത്തോടെ കഴിക്കാൻ പോലും പറ്റില്ല. കഴിച്ചാലോ പെട്ടെന്ന് തന്നെ ഛർദിക്കും. നിങ്ങൾക്കൊക്കെ എന്താ, എന്തിനും ഏതിനും ദേഷ്യപ്പെട്ടാ മതിയല്ലോ.
ആ 3-4 ദിവസവും ഞങ്ങൾക്ക് എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവുന്നറിയോ? ഇതൊക്കെ ഞങ്ങൾ ആരോട് പോയി പറയാനാ? കുടുംബത്തിനു വേണ്ടി, ജോലിക്കു വേണ്ടി, ഭർത്താവിനു വേണ്ടി, മകനു വേണ്ടി എല്ലാം മറന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്നില്ലേ? ദേഹത്തെ രക്തം മുഴുവൻ വാർന്നുപോയി ഞങ്ങളൊന്ന് നോർമലാവാൻ അത്രമാത്രം ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് മോനെ. മോനെ, ഈ ഒരു കാര്യത്തെ എല്ലാവരും മുഖം ചുളിച്ച് അറപ്പോടെയാ നോക്കുന്നത്. എന്തിന്? അടുത്തു വന്ന് ഇരിക്കണമെങ്കിൽ പോലും ആലോചിക്കൂ. എന്നാൽ ആ 10 മാസവും നിങ്ങളുടെ ശരീരം അതിലാണ് ഊറിക്കിടന്നിരുന്നത്. അത് അംഗീകരിക്കാതെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടാ, ഇത് നോക്ക്. ദിവസേന ജോലിക്ക് പോകുന്ന ഭർത്താവ് എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് കാത്തിരിക്കുന്നത് എല്ലാ പെണ്ണുങ്ങൾക്കും എന്ത് ഇഷ്ടമാണെന്നോ? വാത്സല്യം, കെട്ടിപ്പിടുത്തം, സ്നേഹം, ചെറിയ പ്രതീക്ഷ എല്ലാം കൂടെ ചേർന്നതാണിത്. എന്നാൽ ചിലർ അതുമാത്രം പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് മോനെ. എന്താടാ നിങ്ങളൊന്നും ഞങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാത്തത്? ഇത് നോക്ക്, കാലം മാറിക്കൊണ്ടായിരിക്കുന്നത്, പക്ഷേ മനുഷ്യന്മാരാണ് ഒരിക്കലും മാറാത്തത്. ഒരു ഫോണിന് കൊടുക്കുന്ന പരിഗണന പോലും കൂടെയുള്ള പുരുഷനോ കൂടെയുള്ള സ്ത്രീക്കോ കൊടുക്കുന്നില്ല. എനിക്കുണ്ടല്ലോ ഈ ഭാവിയെ നോക്കുമ്പോൾ പേടിയാ തോന്നുന്നു. ഞാൻ നിന്റെ അച്ഛനെ ഉപേക്ഷിച്ച് തനിയെ വന്ന് എത്ര കഷ്ടപ്പെട്ടാ നിന്നെ വളർത്തിയത്. ഓരോ ദിവസവും നരകമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടും പുരുഷന്റെ തുണയില്ലാതെ ജീവിക്കാൻ പറ്റും. എന്നാൽ ഈ സമൂഹത്തിൽ ജീവിക്കാനാണ് പറ്റാത്തത്. എന്നാൽ അത് ഞങ്ങളുടെ കാലത്തോടെ തീർന്നോട്ടെ മോനെ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വ്യക്തതയോടെയാണുള്ളതെന്ന് കരുതി കുഴപ്പത്തിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ വളരെ നന്നായിരുന്നു. ഇതിൽ കൂടുതലായി നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. അവസാനായി അവളെ ഞാൻ ഒരിക്കൽ കൂടി നിന്റെ അടുത്ത് വിട്ടിട്ട് പോവുക. നോക്കിക്കോണേ മോനെ. ഡാ മോനെ. അമ്മേ, പോയിട്ട് വരാം. അമൃതേ, ഏട്ടാ, ലഞ്ചിനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാ. പിന്നെ പപ്പടവും വറക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ എല്ലാം ഉണ്ടാക്കി കഴിയും. കഴിക്കാൻ ഇത് മതിയോ അതോ വേറെ വല്ലതും വേണോ? അമ്മ പുറപ്പെടാൻ പറഞ്ഞില്ലേ? നീ എന്താ പോകുന്നില്ല? ഞാൻ പോണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ പോണായിരുന്നു. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിട്ടാ. നിങ്ങളും ഞാനും കുട്ടികളൊക്കെ സന്തോഷത്തോടെ ഒന്നിച്ചൊരു വണ്ടിയില് ബീച്ചിലേക്കും പാർക്കിലേക്കും അങ്ങനെ എല്ലായിടത്തും ഒന്നിച്ചു പോണെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഏട്ടാ. എടി, മതിയാക്ക്. ഏട്ടാ, വേണ്ട ഏട്ടാ. ഏട്ടാ, എന്താ പറ്റിയേ? ഏട്ടാ, ഇങ്ങോട്ട് നോക്ക്. ഒന്നുമില്ല ഏട്ടാ, ഇങ്ങനെ കരയല്ലേ. ഒന്നുമില്ല. ഏട്ടാ, എന്താ പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നത്? നോക്കി അമൃത, എനിക്ക് സോറി ഒന്നും കേൾക്കാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ. ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കട്ടെ? ഓക്കെ. ഏട്ടാ, എന്താ?